അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ 4x4ൻ്റെ സെൻറ്റർ കളേഴ്സ് മാച്ച് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ 4x4ൽ ആക്ച്വലി പെർമനൻ്റ് ഒരു സെൻറ്റർ പീസ് ഇല്ല. നമുക്ക് ഏത് കളറും എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കളർ പാറ്റേൺ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ അതായത് ഇവിടെ വൈറ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ യെല്ലോ ചെയ്യണം. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഗ്രീന്, ബ്ലൂ, ഓറഞ്ച്, റെഡ് എന്നൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് സാധാരണ എല്ലാവരും ഒരു ബിഗിനേഴ്സ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡിൽ എല്ലാവരും വൈറ്റാണ് നോക്കുക. ഇവിടെ 2 വൈറ്റ് ഓൾറെഡി മാച്ചായി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വൈറ്റ് കൊണ്ടുവരാമെന്ന് വിചാരിക്കാം. പിന്നെ ഒരു വൈറ്റ് ഉള്ളത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഫസ്റ്റത്തെ മൂവ്മെൻ്റ് ഒന്നും നമ്മൾ അത്ര ഡീറ്റെയിൽ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഫസ്റ്റത്തത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും റൊട്ടേഷൻ ചെയ്ത് തിരിച്ച് കൊണ്ടുവരാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇതിന് മൂന്നെണ്ണത്തിൻ്റെ ഒരേ പൊസിഷനിൽ കൊണ്ടുവന്ന് ഇനി ഒന്ന് ഇവിടെ മിസ്സിങ് ആണ്. അതാണ് നമുക്ക് നോക്കേണ്ടത്. അത് ഈ സൈഡിലുണ്ട്. അപ്പോൾ നമ്മൾക്ക് കൊണ്ടുവരേണ്ടത് നമ്മൾ ഏകദേശം നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് മുകളിൽ എവിടെയെങ്കിലും കൊണ്ടുവെക്കുക. എന്നിട്ട് നമുക്ക് എത്തിക്കേണ്ടത് നമ്മളെ ഫേസിങ് രീതിയിലാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഏകദേശം ഈ പൊസിഷനിലാക്കി, അതായത് കൊണ്ടുവരേണ്ട സാധനം താഴെയാണ് നമുക്ക് എത്തിക്കേണ്ടത്. അതായത് കൊണ്ടുവരേണ്ട സാധനം താഴെ എന്നുള്ള ഒരു മോഡലിൽ നമ്മൾ ഇത് വെക്കുക. അപ്പോൾ നമുക്ക് കൊണ്ടുവരേണ്ട സാധനം ഇവിടെയാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മുടെ ഷേപ്പ് എന്തായിരിക്കും ഇങ്ങനെയാണ് വരിക. നമ്മൾ ഈ സെൻറ്റർ പീസ് മൊത്തത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പിന്നെ കൊണ്ടുവരേണ്ട സാധനം ടോപ്പിൽ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക. അതായത് ഈ 4ത്തിൻ്റെ ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മേലോട്ട് തിരിക്കുക. അപ്പോൾ ഇത് രണ്ടും മാച്ചാവും. ഒന്ന് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക, എന്നിട്ട് നേരെ താഴോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇത് രണ്ടും മാച്ചായി. ഇനി നമുക്ക് ഈ വൈറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് യെല്ലോ ആണ് സെറ്റ് ചെയ്യേണ്ടത്. അത് ഒരിക്കലും മാറിപ്പോയത്. 4x4ൽ കറക്റ്റ് സെൻറ്റർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെയാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പൊസിഷനിൽ യെല്ലോ കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ 2 യെല്ലോ കിടക്കുന്നുണ്ട്. അതൊക്കെ നമ്മളൊരു കോമൺ ആയിട്ടുള്ള ഒരു തിങ്കിങ്ങിലുണ്ട്. ഇവിടെ 2 യെല്ലോനെ നമുക്ക് ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ തിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ യെല്ലോൻ്റെ പൊസിഷനൊന്ന് ഇതേപോലെ ഒന്ന് ചേഞ്ച് ചെയ്യുക. എന്നിട്ട് ഇത് രണ്ടും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മളെ വൈറ്റ് ഇവിടുന്ന് മിസ്സാവും. അപ്പോൾ നമ്മൾ ഏതൊരു മൂവ്മെൻറ്റും ഇത് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ തിരിക്കേണ്ട വരും ഒരു മൂവ്മെൻറ്റ്. അതായത് ഇങ്ങോട്ടൊരു മൂവ്മെൻറ്റ് തിരിച്ചാൽ നമ്മൾ തിരിച്ചും അങ്ങോട്ട് തന്നെ തിരിക്കണം. കാരണം എന്നാലേ ഈ വൈറ്റ് മിസ്സാവാതെ നിൽക്കുള്ളൂ. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്, ഇതിനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മൾ ഈ സൈഡിലേക്ക് മാറ്റുന്നു. ഈ സൈഡിലുള്ളത് ഈ സൈഡിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഫ്രണ്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് സൈഡിലേക്ക് ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് തിരിച്ചത് റിട്ടേൺ തിരിക്കുന്നു. അപ്പോൾ നമ്മൾ വൈറ്റ് സെയിം പൊസിഷനിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് യെല്ലോ 2 കൂടിയാണ് സെറ്റ് ചെയ്യാനുള്ളത്. 2 നേരെ മുകളിൽ 2 സൈഡിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് താഴെ വരുത്താൻ വേണ്ടിയിട്ടുള്ള. അതൊരു ഇക്വേഷനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു നോർമലായിട്ടുള്ള മൂവ്മെൻ്റ് ആയിട്ടോ ചെയ്ത് പഠിക്കാം. നമുക്ക് ഇവിടെ ഒരു പീസ് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഇവിടെ അപ്പോൾ ഇവിടെ കാകയായിരിക്കണം. അപ്പോൾ ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വരയാണ് കിട്ടിയത്. അപ്പോൾ വര ലെഫ്റ്റ് സൈഡിലാക്കി പിടിച്ചിട്ട് ഇവിടെയാണ് നമുക്ക് എത്തിക്കേണ്ടത്. ഇവിടെ എത്തിക്കേണ്ട സാധനത്തിനെ നമ്മൾ ടോപ്പിൽ ലെഫ്റ്റ് സൈഡിലാണ് വയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും ഒന്നിങ്ങനെ തിരിച്ചു വെക്കുക. ഇതിനെ നമുക്ക് ഇവിടെ എത്തിക്കണം. അതിനുള്ള മൂവ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരുന്നു. അതാണ് പ്രത്യേകിച്ച് അതിന് ഇക്വേഷനൊന്നുമില്ല. ജസ്റ്റ് മേലോട്ട് തിരിക്കുക. അപ്പോൾ ഇവിടെ മാച്ചാവും. ഒന്ന് റൈറ്റിലേക്ക് തിരിക്കുക, നേരെ താഴോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്തായി, ഇവിടെ എത്തി. ഇനി ഇവിടെ ഒഴിവുണ്ട് അല്ലേ? ഇവിടെ ഒഴിവുള്ളതിനെ നമ്മൾ ഈ ടോപ്പിലുള്ളതിനെ കൊണ്ടുവരേണ്ടത്. അതിനെ നമ്മൾ നേരെ വീണ്ടും ലെഫ്റ്റ് സൈഡിലാക്കുന്നു. ഈ ടോപ്പിലുള്ളതിനെ നേരെ ഇത് രണ്ടും മാച്ച് ചെയ്യിക്കുന്നു, റൊട്ടേറ്റ് ചെയ്യിക്കുന്നു, താഴോട്ട് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് യെല്ലോ ആയി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് യെല്ലോൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് ഗ്രീൻ ആക്കാനുള്ള ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു 3 ഗ്രീന് സെറ്റായി കിടക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ഗ്രീനാണ് മിസ്സിങ് ഉള്ളത്. ആ മിസ്സിങ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് ഒരു പീസിനെ കൊണ്ടുവരണമെങ്കിൽ ഈ മുകളിലുള്ള പീസിനെ ടോപ്പ് ലെഫ്റ്റിൽ കൊണ്ടുവെക്കുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് മേലോട്ട് റൊട്ടേറ്റ് ചെയ്യുക. 2 കൂടി മാച്ച് ആക്കുക, റൊട്ടേറ്റ് ചെയ്ത് നേരെ താഴോട്ട് കൊണ്ടുവരിക. ഇല്ലെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് മിസ്സാവും. അതുകൊണ്ടാണ് നമ്മൾ ചെയ്ത മൂവ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രീന് കിട്ടി. ഗ്രീനിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ എപ്പോഴും ബ്ലൂ ആണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ബ്ലൂ കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ ഒരു ബ്ലൂ കിടക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇക്വേഷൻ ചെയ്യാതെയും ജസ്റ്റ് ഇതിനങ്ങോട്ട് തിരിച്ചാൽ ഇത് രണ്ടും മാച്ച് ആവില്ല. കണ്ടോ, ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട്
താഴോട്ട് തിരിച്ചാൽ ഇത് രണ്ടും മാച്ചാവും. പക്ഷേ നമുക്ക് ഈ ഇങ്ങോട്ട് തിരിക്കുന്നത് തിരിച്ച് അങ്ങോട്ട് തന്നെ തിരിക്കണം, വേണ്ടേ? ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടിയതൊക്കെ മിസ്സാവും, ഇവിടെ കിട്ടിയ ഗ്രീൻ മിസ്സാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിനിങ്ങോട്ട് തിരിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പിടിച്ചിട്ട് വീണ്ടും റിട്ടേൺ തിരിക്കുക. അപ്പോൾ നമ്മളെ ഗ്രീന് മിസ്സാവില്ല, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 2 ബ്ലൂവിനെ കിട്ടി. ഇനി 2 ബ്ലൂ ഇതാ നമ്മളെ മുകളിലുണ്ട്. ഈ ബ്ലൂവിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾക്ക് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ നമ്മൾ ഈ ബ്ലൂവിനെ മാറ്റി ലെഫ്റ്റ് സൈഡിൽ എടുത്ത് വെച്ച് ഈ ബ്ലൂവിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. അതിനെന്താ ചെയ്യേണ്ടത്, സിമ്പിളായി 2 ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റും. കാരണം എന്താ ചെയ്യേണ്ടത്, ഇതിന് ജസ്റ്റ് ഒന്ന് മേലോട്ട് തിരിക്കുക, എന്നിട്ട് റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ആ മേലോട്ട് തിരിച്ച് തന്നെ റിട്ടേൺ തിരിക്കുക. അപ്പം തിരിച്ച് ബ്ലൂവും നമുക്ക് 4 കിട്ടി. അപ്പോൾ ഗ്രീനും ബ്ലൂവും ഓപ്പോസിറ്റ് കിട്ടി. അപ്പോൾ യെല്ലോ കിട്ടി, ഗ്രീന് കിട്ടി, ബ്ലൂ കിട്ടി. അപ്പോൾ ഇനി റൈറ്റ് സൈഡിൽ എന്താ നമുക്ക് ചേർക്കേണ്ടത്, നമുക്ക് ഇവിടെ റെഡാണ് ചേർക്കേണ്ടത്. കാരണം ഓരോ ക്യൂബിൻ്റെയും നോക്കുക, ഓരോ മോഡലിനും ഓരോ വ്യത്യാസമായിരിക്കും. ഇവിടെ ഇപ്പോൾ ഓൾറെഡി 3 സെറ്റായി കിടക്കുന്നത് ഓറഞ്ചാണ്, പക്ഷേ എനിക്കിവിടെ റെഡാണ് വേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ പിടിക്കുന്നു. ഇനി ഇവിടെ റെഡാണ് വേണ്ടത്. ഓൾറെഡി ഒരു റെഡേ ഉള്ളൂ, അതിന് നമ്മൾ ലെഫ്റ്റാക്കി പിടിക്കുന്നു, അല്ലെങ്കിൽ റൈറ്റ് ഏതെങ്കിലും ഒരു പൊസിഷനിൽ നമ്മൾ പിടിക്കുന്നു. എന്നിട്ട് നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് കിടക്കേണ്ടത്. ഓപ്പോസിറ്റുള്ള ഈ 2 റെഡിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. അതിനപ്പോൾ നമ്മൾ ഈ 2 റെഡിനെ നേരെ 1, 2 ഇവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് ഒന്ന് തിരിച്ച് റൊട്ടേഷൻ ചെയ്ത് ലെഫ്റ്റിലേക്ക് മാറ്റി വെച്ചിട്ട് ആ തിരിച്ചത് വീണ്ടും തിരിച്ച് അങ്ങോട്ട് കൊണ്ടുവെക്കുക. അപ്പോൾ നമുക്കിവിടെ 3 റെഡ് കിട്ടി. ഇനി നമുക്കിവിടെ ഒരു റെഡ് മിസ്സിങ് ആണ്. അതിവിടെ കൊണ്ടുവരാൻ നിങ്ങൾക്കറിയാം, മുകളിലാണെങ്കിൽ ടോപ്പ് ലെഫ്റ്റിലാണ് കൊണ്ടുവെക്കുക. സെയിം മെത്തേഡ് തന്നെയാണ് ഇതിൻ്റെ മുകളിൽ കൊണ്ടുവെക്കുക. നേരെ ബാക്കിലാണെങ്കിലും അതിൻ്റെ നേരെ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവെക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെയാണ് കൊണ്ടുവരാനുള്ളത്. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം തിരിക്കണമെന്നേ ഉള്ളൂ. 1, 2 അവിടെ കൊണ്ടുവച്ചതിന് ശേഷം റെഡ് മാച്ചായി ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് തിരിച്ചിട്ട് 1, 2. ഇപ്പം നമ്മളെ വൈറ്റിന് ഓപ്പോസിറ്റ് യെല്ലോ, ഗ്രീനിന് ഓപ്പോസിറ്റ് ബ്ലൂ, ഓറഞ്ചിന് ഓപ്പോസിറ്റ് റെഡ്, ഇങ്ങനെ എല്ലാം നമുക്ക് അയച്ചു. ഇതാണ് നമ്മളെ 4x4 ക്യൂബിലെ ഫസ്റ്റ് മെത്തേഡ്, സെൻറ്റേഴ്സ് മാച്ച് ആക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.